മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, നന്ദകുമാർ സാർ. ഈ രണ്ട് പേരും കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് മണപ്പുറം ഗ്രൂപ്പ്. അതിൻ്റെ സാരഥി നന്ദകുമാർ സാറിന് എൻ്റെ നമസ്കാരം. പരമ്പരാഗതം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥം ഞാൻ കൽപ്പിക്കുന്നുണ്ട്. പരമ്പര, അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതായത് പരമ്പരാഗതമായിട്ട് അവരുടെ തൊഴിൽ ചെയ്തു വരുന്ന, അതിലുന്നതിയിലെത്തുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല, അവരുടെ രക്തത്തിൽ തന്നെ അവരുടെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഉദാഹരണമായി എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു സംഗീത കുടുംബമാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ എന്ന് വേണ്ട അവിടെ എല്ലാവരും പാടും. അങ്ങനെ ഞാനും പാടി. അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ ഉദാഹരണം. ഒരു കുടുംബത്തിലെ എല്ലാവരും, ഈ കുടുംബം എന്ന് പറയുമ്പം ഇതിനകത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാരുണ്ട്. അദ്ദേഹം ജോലി നൽകി, അദ്ദേഹം എത്ര കുടുംബങ്ങൾക്കാണ് അദ്ദേഹം ഒരുപാട് നന്മകളും ജോലിയും അദ്ദേഹത്തിൻ്റെ മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആ കുടുംബത്തിനൊരു വലിയ കയ്യടി കൊടുക്കും. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇനി മുമ്പോട്ട് ഒരുപാട് പോട്ടെ. ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് മണപ്പുറം ഗ്രൂപ്പ്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു. കാരണം ഹോസ്പിറ്റൽസ്, സ്കൂൾസ് എന്ന് വേണ്ട ഒരുപാട് സ്ഥാപനങ്ങൾ, അതിൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവിടെ ജോലി. അതൊക്കെ വലിയൊരു മഹാകാര്യമാണ്. കാരണം അദ്ദേഹം ഭാരതത്തിൻ്റെ തന്നെ ഒരു മാതൃകാ പുരുഷനാണ്, സംശയമില്ലാത്ത കാര്യമാണ്.